പ്രൈസ് ദി ലോർഡ്. അത് പ്രാർത്ഥനയിലേക്കാം. പാസ്റ്റർ സ്നേഹം അറിയിച്ചു കൊടുത്ത് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ആത്മീയ വർധനയ്ക്കായിട്ട് ഒരു വാക്യം വായിക്കാം. ആദ്യം എഫേസ്യ ലേഖനം 5:14. മതി മതി. ഇവിടെ കേട്ടത് ഒരു ഒരിക്കൽ ആ മതി മതി. ഇവിടെ കേട്ടത് ഉറങ്ങുന്നവൻ, മരിച്ചവൻ, പ്രകാശിക്കുന്നവൻ. നാം പറയാൻ പോകുന്നത് പ്രകാശിക്കുന്ന വ്യക്തി പറയാൻ പോകുന്നത് ഒരു വാക്യം കൂടെ. യെശയ്യാ പ്രവചനം, യെശയ്യാ 60:1 വായിക്കാം. 60:1. ആ ഒരു വാക്യം കൂടെ. മത്തായി 5:14. ആ മതി മതി. ഇവിടെ കേട്ടത് എഴുന്നേറ്റ് പ്രകാശിക്കുക. അടുത്ത് കേട്ടത് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ആര് വെളിച്ചമാകുന്നു? ആര്? നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. നിങ്ങൾ അപ്പം ഇരുട്ടില്ല. എന്താണ് ഇരുട്ട്? ഇരുട്ട് പാവം, വെളിച്ചം വിശുദ്ധിയാണ്. നിങ്ങളുടെ ജോലി എങ്ങനെ ജീവിക്കണം? ബി വിത്ത് ഹോളി, വിശുദ്ധിയായി ജീവിക്കുക. മനസ്സിലായല്ലോ? ഒരു വാക്യം കൂടെ. ബുക്ക് ഡാനിയൽ പുസ്തകം, ഡാനിയൽ 60:10 വായിക്കുക. 60:10. 60 അല്ല 6. ആ ആ ആ ആ ആ അത് മതി. എങ്ങനെ പ്രാർത്ഥിച്ചു? ഒരു ദിവസം എത്ര പ്രാർത്ഥിക്കാം? 3 പ്രാവശ്യം. എങ്ങനെ ഇരുന്ന് മുട്ടിന് വേണ്ടി വേറെ എന്ത് ചെയ്തു? എങ്ങനെ ജപം വേണ്ടി എങ്ങനെ പ്രാർത്ഥിച്ച വെത്തടുവേ മെയിൻ പോയിന്റ്. എങ്ങനെ പ്രാർത്ഥിച്ചു? മുട്ടുമേൽ നിന്നു വേറെ ഒന്ന് ചെയ്യും. എങ്ങനെ പറഞ്ഞു? പ്രാർത്ഥനയിൽ എങ്ങനെ പറഞ്ഞു? സ്തോത്രം. ആദ്യം പറയുന്ന ഒരു കാര്യം, ദൈവമക്കളുടെ ആയുധം എന്താണ്? ദൈവമക്കളുടെ ആയുധം എന്താണ്? ആര് പറഞ്ഞ്? ശരിയെന്ന് വാക്യം വായിക്കാം. സങ്കീർത്തനം 40:3. സങ്കീർത്തനം 40:3 വായിക്കാം. മതി മതി. ദൈവമക്കളുടെ പുതിയ പാട്ടാണ് സ്തോത്രം. ആരുടെ പാട്ട്? വിശുദ്ധന്മാരുടെ, ദൈവമക്കളുടെ പുതിയ പാട്ട്. പഴയ പാട്ട്. ഇന്നെന്താ പഴയ പാട്ട്? എന്നാ പഴയ പാട്ട്. പുതിയ പാട്ട് പഴയ പാട്ടുണ്ട്. പഴയ പാട്ട് 41 40:1 വാങ്ങി സംഘത്തിന്. മലയാളം വീട്. അപ്പം എന്താ പഴയ പാട്ട്? തമിഴിൽ കൂക്കുരൽ, മലയാളത്തിൽ നിലവിളി. ഇപ്പോൾ എങ്ങനെയായിരുന്നു പാട്ട്? പഴയ പാട്ട് നിലവിളി. ഇപ്പം പുതിയ പാട്ട് സ്തോത്രം. ഒരു വാക്യം കൂടെ. എബ്രായ ലേഖനം 13:15. ഹീബ്രു 13:15. 13:15. ആ നോക്കുക. സ്തോത്രം ദൈവമക്കളുടെ ആത്മീക യാഗമാണ്. എന്താണ്? ദൈവമക്കളുടെ ആത്മീക ബലി യാഗമാണ് സ്തോത്രം. ഒരു വാക്യം കൂടെ. ഓസിയ 14:2. 14:2. 14:2 വാക്യം. ആ ആ ആ
എന്ത് ചെലുത്തു? കാളകളെ. എത്ര കാളകളെന്ന് പറഞ്ഞാൽ എത്ര കാളകളെന്ന് എത്ര കാളകളെന്ന് എത്ര എത്ര കാളകളെന്ന എത്ര എന്നാ എത്ര എത്ര നമ്പർ എത്ര സംഖ്യ? ഉറച്ച് പറയാം ഉറച്ച് എത്ര എത്രയെന്ന് പറയും എത്രയെന്ന് പറയും കറക്റ്റ് എത്ര കാളകൾ എത്ര കാളകള എത്ര ನನಗೆ ആത്മാവുണ്ട്. ഒരു സ്തോത്രം 2 കാള യാഗം അർപ്പിക്കുന്നതിന് സമം. എത്ര സമം? 2 കാള. ഒരു സ്തോത്രം 2 കാളയ്ക്ക് സമം യാഗം അർപ്പിക്കുന്ന സമം. ഒരു വാക്യം കൂടെ 2 കൊരിന്ത്യർ 4:15 2 കൊരിന്ത്യർ 4:15 2 കൊരിന്ത്യർ 4:15 വായിക്കാം. മതി എങ്ങനെ കൃപ വരികയും എങ്ങനെ കൃപ വർദ്ധിക്കും? ഗ്രേസ് എങ്ങനെ വർദ്ധിക്കും? കൃപ എങ്ങനെ വർദ്ധിക്കും? നമ്മൾ സ്വതന്ത്രം ചെയ്യും അല്ലെങ്കിൽ കൃപ വരില്ല. ഒരു വഴി സംഗീതത്തിന് 50 ലാസ്റ്റ് സംഗീതത്തിന് 50 ലാസ്റ്റ് വായി. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ആര്? നാം സ്വതന്ത്ര ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്നു. ദൈവം ബൈബിൾ ദൈവം ആര്? ബൈബിള് ദൈവം ആര്? ഇവിടെയുണ്ട് ആരെന്ന് 1 കൊരിന്ത്യർ 8:6 വായിക്കാം. ഉറച്ച് പറ. മതി. ഇവിടെ നോക്കുക. നമ്മുടെ ദൈവം ആര്? പിതാവ്. കർത്താവ് യേശു ക്രിസ്തു. എബ്രായ ഭാഷയിൽ ദൈവത്തിന് ഈലോഹിം ഫാദർ, ഗോഡ് ദ ഫാദർ, യാവേ ലോഡ്. പിതാവിന് എന്ത് പേര്? ഈലോഹിം എബ്രായ ഭാഷയിൽ. ഗ്രീക്ക് ഭാഷയിൽ തിയോസ് ഗോഡ്, കുറിയോസ് ലോഡ്. പറഞ്ഞാൽ നമ്മുടെ ദൈവം പിതാവാണ്, പുത്രനല്ല. മനസ്സനല്ല. ദൈവം എന്ന് പറഞ്ഞാൽ പിതാവാണ്. He is the Almighty God. We can see Father. We can see Lord. നമുക്ക് ആരെ കാണാൻ പറ്റില്ല? നമുക്ക് ആരെ കാണാൻ പറ്റും? നമുക്ക് ദൈവത്തെ കാണാൻ പറ്റില്ല. പുത്രനെ കാണാൻ പറ്റില്ല. അവിടെ നിൽക്കാൻ ചെയ്യാതില്ല. ഒരു ഇപ്പോൾ അടുത്തെങ്കിലും ഞാൻ പ്രാർത്ഥിച്ചു സ്വോത്രം. ഒരു വാക്യം മത്തായി 26:40. മാത്യു 26:40. 26:40. മതി. എന്തോ ആര് പ്രാർത്ഥിച്ചില്ല? ആരാണ് പ്രാർത്ഥിക്കാത്തത് ഇപ്പം? ശ്രീമരാര് യാതൊരു കൂടെ നടക്കുന്നവർ എപ്പോഴും ചാപ്പാട് ഫ്രീ. യാതൊന്നും അറിഞ്ഞുകൂടാ. നിങ്ങൾ ആരും പറയുന്നു അറിഞ്ഞുകൂടാ. പത്രോസ് പറഞ്ഞു നീ ദൈവപുത്രനെ ക്രിസ്തു. ഇപ്പം ആരും പറഞ്ഞില്ല. ഇപ്പം എന്ത് ചെയ്തവർ പ്രാർത്ഥിക്കാതെ എന്ത് ചെയ്യുന്നു പ്രാർത്ഥിക്കാതെ ഉറങ്ങുന്നു. ഇപ്പം എന്ത് ചെയ്യാൻ സംഭവിക്കും? ആ വാക്യം 46 ഒരു കേട്. അടുത്ത വാക്യം എന്ത് ചെയ്യണം? എന്തുവരും പ്രാർത്ഥിച്ചില്ലെങ്കിൽ പരീക്ഷ വരും. എന്ത് വരും? എന്ത് പരീക്ഷ വരും? അപ്പോൾ എന്ത് ചെയ്യും? യാതൊരു പിടി വെറി എന്ത് ചെയ്യും? അപ്പന്മാർ എല്ലാവരും എന്ത് ചെയ്ത്? എല്ലാം എസ്കേപ്പായി, എല്ലാം ഓടിക്കളഞ്ഞു. പറഞ്ഞു എല്ലാം ഗ്യാസ് അറിഞ്ഞുകൂടാ. പത്രോസ് മെയിനാളെ പത്രോസ് അറിഞ്ഞുകൂടാ. നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പരീക്ഷ അകപ്പെടും. എങ്ങനെ പ്രാർത്ഥിക്കണം? ഒള്ളി പ്രൈസ് ദ ലോർഡ്. നിങ്ങൾ എത്ര മണി എഴുന്നേൽക്കും രാവിലെ? നിങ്ങൾ എത്ര മണിക്ക് രാവിലെ എഴുന്നേൽക്കും? എത്ര മണിക്ക് എഴുന്നേൽക്കും രാവിലെ? ഒരു ഭാഗ്യമാക്കി മർക്കോസ് 1:35. ആര്? യേശു ക്രിസ്തു എപ്പോൾ എത്ര മണി എഴുന്നേറ്റ്? എത്ര മണി? ഇരുട്ടോടെ
ഒരു 5 മണിക്ക് മുമ്പ് 3 മണിക്ക് എഴുന്നേറ്റാണ് എന്ത് എവിടെ ഏത് പ്രാർത്ഥിക്കാൻ പോയി ഏത് പ്രാർത്ഥന ആവശ്യമുണ്ട് ഇല്ല രാവിലെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പരീക്ഷ വരും ആപ്പി പോയി പോകും. എങ്ങനെ പ്രാർത്ഥിക്കണം? ഫസ്റ്റ് തെസ്സലോനിക്കർ 5:17 ഫസ്റ്റ് തെസ്സലോനിക്കർ വായിക്കാം. അപ്പം എന്ത് ചെയ്യണം? ഫിലിപ്പിയർ 4:6 വായിക്കും. ഫിലിപ്പിയർ 4:6. എങ്ങനെ പ്രാർത്ഥിക്കണം? നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നും ചോദിക്കേണ്ടത് ഓൺലി പ്രൈസ് ദ ലോർഡ് സ്തുതിക്കുക. CPM-കാരുടെ ആയുധം പ്രാർത്ഥനയാണ്, സ്തോത്രമാണ്. എന്താണ്? പള്ളി സ്തോത്രം. അവർ ചോദിക്കില്ല. നിങ്ങൾ CPC പള്ളിയെടുത്ത് പോകും. പള്ളിക്കെടുത്ത് എപ്പോഴും അവരെങ്ങനെ പറയും? സ്തോത്രം എപ്പോഴും അതേ പറയും. അവരൊന്നും പറയില്ല. ഇത് സ്ഥാപനത്തിൻ്റെ സ്ഥാപകർ സാധു യേശുദാസാണ്. അറിയാമോ? ഫൗണ്ടർ കൃപാനത്തിൻ്റെ പുള്ളി എപ്പോഴും സ്വന്തം വേണ്ടിയുള്ളൂ. അവരൊന്നും പറയില്ല. പറയാൻ മനസ്സിലായ? ഇപ്പോൾ നമ്മുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പിച്ച് ചോദിക്കുകയല്ല, പള്ളി പ്രൈസ് ദ ലോർഡ്. ഒരു ചോദ്യം ചോദിക്കുന്നു. ദൈവം എപ്പോഴും വിളിച്ചു അപ്പനെ വിളിച്ചില്ലേ? അപ്പനെ അപ്പോൾ എത്ര വയസ്സ്? അപ്പനെ സന്ധ്യ വിളിച്ച് എത്ര വയസ്സ് വിളിച്ചപ്പോഴും വിളിച്ചില്ല? അപ്പനെ എത്ര വയസ്സ്? അപ്പന് നീ ആൾ കൊള്ളാമല്ലോ, എല്ലാം പറയണല്ലോ, എല്ലാം ആൻസർ. എന്ത് പഠിച്ചത്? അവൾ ഇരിക്കുന്നതിലേ നാലും കണ്ടിട്ടില്ല. അവൾ ശരിക്കും ജ്ഞാനമുണ്ട്, ആവിയുമുണ്ട്. എന്ത് പഠിച്ചവള്? ഇപ്പോൾ എത്ര പഠിച്ചത്? നല്ല ബുദ്ധിയിരിക്കുന്നു, ദൈവ കൃപയിരിക്കുന്നു, ദൈവം അനുഗ്രഹിക്കട്ടെ. നീ അപ്പോൾ 75 എത്ര കൊല്ലം അപ്പനെ പ്രാർത്ഥിച്ചു മക്കൾക്ക് വേണ്ടി? എത്ര കൊല്ലം അപ്പനെ പ്രാർത്ഥിച്ചു മക്കൾക്ക് വേണ്ടി? 25. ഒരു വാക്യം ഉൽപ്പത്തി 17 ആദ്യാഗമം. അപ്പോൾ എങ്ങനെ പ്രാർത്ഥിച്ചു? ലാസ്റ്റില് 100 വയസ്സായി. ദൈവം ഒരു കുന്തവും ആടാനായി. അപ്പം രാജ്യം വന്നു 100 വയസ്സായി. എവിടെ കുഞ്ഞിനിക്കും? നമ്മുടെ ദൈവം ആര്? വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1:26. ഉൽപ്പത്തി 1:26 വാക്യം. ഇവിടെ നോക്കുക. ദൈവത്തിൻ്റെ സായൽ എന്ന്. വാട്ട് ഈസ് ദ ലൈക്ക്നെസ് ഓഫ് ഗോഡ്? പിള്ള നീ പറഞ്ഞു. ദ ലൈക്ക്നെസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സായൽ എന്ന്. പിടിയുണ്ട്? ഇല്ല. എഫേസ്യർ 4:24, കൊലോസിയർ 3:10. കൊലോസിയർ 3:10. കൊലോസിയർ 3:10. ഇനി പറയാം സാർ. ദൈവത്തിൻ്റെ സായൽ. ദൈവം നീതിമാനാണ്, ദൈവം ജ്ഞാനിയാണ്, ദൈവം വിശുദ്ധനാണ്. ദൈവം ആരാണ്? ദൈവം ജ്ഞാനിയാണ്, വിശുദ്ധനാണ്, നീതിമാനാണ്. ദൈവം പൊട്ടനല്ല. ദൈവം പൊട്ടനാണ്? ദൈവം നീതിമാനാണ്, ദൈവം പൊട്ടനല്ല. അപ്പനമാർ ദൈവം പോയാലും ഒന്നും വേണ്ടേ? ആളെ വിട്. അത് അപ്പനാ പൊട്ടൻ, ദൈവം പൊട്ടനല്ല. അപ്പം ആദാമാര് ദൈവസായൽ ഇല്ലേ? അപ്പം ആദാമാര് നീതിമാനാണ്, ജ്ഞാനിയാണ്, വിശുദ്ധനാണ് ഇല്ലേ? ഹവ്വ ശരിയാണ്. ഹവ്വ എന്ന് പറഞ്ഞ് അത്താൻ സാപ്പിടുങ്ക ഉടലോടെ മേലെ പോയിടുക പറഞ്ഞ. ആദ്യം ഭർത്താവിന്
വിഷം കൊടുത്ത് കൊന്നതാര്? ഭാര്യയാണ്. നിങ്ങളാ പറഞ്ഞല്ല, ആരാണ്? ആര്? ഭാര്യ. പറഞ്ഞ മനസ്സിലായ? ഞാൻ പറഞ്ഞല്ല. ഇവിടെ ശ്രദ്ധിക്കുക. സാത്താൻ ദൈവമക്കളെ കൊന്നു, ദൈവം സാത്താനെ കൊന്നു. പറഞ്ഞ മനസ്സിലായ? അവിടെ നിൽക്കും. യാതൊരു അവിടെ നിൽക്കട്ടെ. അടുത്ത ഒരു വാക്യം കൂടെ. ഇസ്ഹാക്ക് എത്ര കല്യാണത്തിന്? ഇസ്ഹാക്കിന് വയസ്സ് 40. എപ്പോൾ കുഞ്ഞ് ജനിച്ചു? നീ പറ, എത്ര? എപ്പം? 60 മക്കളെ 60. ഇപ്പോൾ എത്ര കൊല്ലം അമ്പലം എത്ര പ്രാർത്ഥന ഇസ്ഹാക്ക്? 20 കൊല്ലം അപ്പുറം ഇപ്പോൾ പ്രാർത്ഥന എനിക്ക് എൻ്റെ മോനെ കല്യാണം ആയില്ല, എൻ്റെ മോള് കല്യാണം ആയില്ല, എല്ലാം മൊത്തം പ്രാർത്ഥന കല്യാണം തന്നെ. ഇപ്പോൾ മൊത്തം പ്രാർത്ഥന കല്യാണം തന്നെ, വേറെ ഒന്നും പ്രാർത്ഥനയില്ല. ഇവിടെ തമാശ കല്യാണം ഒരാഴ്ച ആകുമ്പോൾ അവിടെ അങ്ങ് ഇട്ടുകൊണ്ട് പോകും. ഇപ്പം പോയില്ലേ? ഒരാഴ്ച 2 മാസം 3 മാസം 1 വർഷം എല്ലാം എസ്കേപ്പാണ്. അത് കാരണം ഇത് അന്ത്യകാലത്തിൻ്റെ ലക്ഷണമാണ്, പോക്കാണ്. ഇപ്പം ചെയ്യണം മെയിൻ പരിപാടി. പാവം കൂടും, അറിവ് കൂടും, അധർമ്മം കൂടും, വിശ്വാസം കുറയും, വിശുദ്ധി കുറയും, സ്നേഹം കുറയും. ഇത് ലാസ്റ്റ് സീനാണ്. പറഞ്ഞാൽ അതിനടുത്ത് ശ്രദ്ധിക്കണം. ഇതിൽ മൊത്തം ഗ്രൂപ്പാണ്. അത് പറയാൻ പോകണ്ട. ഇവിടെ നിൽക്കട്ടെ. അടുത്ത ഒരു വാക്യം കൂടെ വായിക്കാം. ദാനിയേൽ 1:12. ആ ആ ആ ആ ആ ആ എപ്പോഴും ഹലോ നീ 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 ഉറച്ച് സാങ്ങായപ്പോഴും ഒരു ഹരിയ പറയുന്നത് ഏതായാലും ജീവനുണ്ട്. ക്ലാസ് കൊള്ളാവുക. ചിലങ്കിൽ ബാനിരിക്കും. നിങ്ങൾ നല്ല നല്ല ഉപരിക്കും. കുഴപ്പമില്ല. നിങ്ങൾ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഒന്നുകൂടെ മതി കൊള്ളാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടെ ദാനിയേലിൻ്റെ രണ്ടാമത്തെ പ്രാർത്ഥന. താൻ ആരാണ്? ഫസ്റ്റ് കേട്ട് ദാനിയേൽ പ്രാർത്ഥിക്കുന്നവനാണ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ദാനിയേൽ വിശുദ്ധനാണ്. എങ്ങനെ വിശുദ്ധി? ദാനിയേൽ മുട്ട, മട്ടൻ, ചിക്കൻ തിന്നില്ല. വിശുദ്ധനാണ്. അപ്പോൾ ദാനിയേൽ ആഹാരത്തിന് പോലും വിശുദ്ധി കാണിക്കുന്നു. പ്യൂർ ഹോളി മാൻ. എങ്ങനെ? ദാനിയേൽ പൂർണ്ണ വിശുദ്ധി കീപ്പ് ചെയ്യാണ്. ഇല്ലേ? വാക്യമായി മത്തായി 5:11. മത്തായി 5:11. ഇല്ല, 15. മത്തായി 15:11. ആ ആ ആ ആ ആ ആ ആ മതി. ശ്രദ്ധയ്ക്ക് മനസ്സിലാവുന്ന നമ്മുടെ ആഹാരത്തിന് അശുദ്ധി ആവില്ല. അതെവിടെ പോകും? ഇതിൻ്റെ ആഹാരം പുറത്തെ പോവും. അവിടെ ഷെയർ ചെയ്യില്ല. എവിടെ നിന്ന് പാവം വരും? സിൻബ്ര ഹാറ്റ്. പാവം എങ്ങനെ ഫാമാവും? പാവം എങ്ങനെ ആദ്യം ഫാമാവില്ലേ? പാവം ആദ്യം ആരംഭിക്കുന്നത്. വായിക്കാം. യാക്കോബ് 1:15 വായിക്കാം. 1:15. ജെയിംസ് യാക്കോബ്. മതി. ഇവിടെ നോക്കുക. ദ ഈവിൾ ഡിസയർ ഷോർട്സ് ഓഫ് സിൻ. തെറ്റായ ആഗ്രഹമാണ് പാപത്തിൻ്റെ വിത്ത്. എന്താണ് വിത്ത്? തെറ്റായ ആഗ്രഹം. ദ ഈവിൾ ഡിസയർ ഷോർട്സ് ഓഫ് സിൻ. അത് എവിടെ നിന്ന് ഫാമാവും? ആദ്യം ഫ്രം ഹാർട്ട്. ഇവിടെ നിന്ന് സ്റ്റോറാവും. എവിടെ സ്റ്റോറാവും? ബ്രെയിനിൽ സ്റ്റോറാവും. ബിഗിനിങ് ഫ്രം ഹാർട്ട്, സ്റ്റോർ ഫ്രം മൈൻഡ്. അവിടെ നിന്നുകൊണ്ട് അങ്ങനെ കിറുമ്പിയിരിക്കും. എവിടെ? മൈൻഡിൽ. ചെയ്യണ്ടിയ പോകണ്ടിയ എന്നൊന്ന് ഇവിടെ നിന്ന് കറങ്ങും. ഇവിടെ ഇരുന്നുണ്ട്. വളരെ മനസ്സിലായ? അപ്പോൾ എന്ത് ചെയ്യും? അതങ്ങനെ വിത്ത് വളർന്ന മരമാവും, ആപ്പീസ് പൂട്ടും. അപ്പോൾ എന്ത് ചെയ്യണം?
ബൈ പ്രൈസ് വി ക്യാൻ ഓവർകം ഈവിൾ ഡിസയർ. അത് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രൈസ് ദ ലോർഡ്, സ്വതന്ത്രം പറയും. അപ്പം അതങ്ങ് അങ്ങനെ പോകും. ഇല്ലെങ്കിൽ ആപ്പിളാക്കിയാളെ നല്ല ദൈവമക്കളുടെ ആയുധം സ്വതന്ത്രമാണ്. അത് മാത്രം കീപ്പ് ചെയ്യുക. ഒരു ചോദ്യം കൂടെ ചോദിക്കാം. എന്താണ് സാത്താൻ്റെ ആയുധം? നീ പറയും. ദൈവങ്ങളുടെ ആയുധം സ്വതന്ത്രം. അപ്പം സാത്താൻ്റെ ആയുധം സാത്താൻ്റെ ആയുധം ദ വെപ്പൺ ഓഫ് സാറ്റൻ. പിടികെട്ടില്ലയോ? കിട്ടില്ല? കേട്ടില്ല എനിക്ക്. എന്ത് പറഞ്ഞ്? സാത്താൻ ആയുധമാ? സാത്താൻ്റെ ആയുധം എന്താണ്? കേട്ടില്ല. ഉറച്ച് സാധനം പറ. ഇപ്പോൾ അറിയാം സാത്താൻ ആയുധം അറിയാമോ? നീയാ പറഞ്ഞോളൂ. പറ കുറച്ച് സാധനം പറ. എന്താണ് ചോദ്യം? മനസ്സിലായ? സാത്താൻ്റെ ആയുധം എന്ന് സാത്താനുള്ള ആയുധം നാല് ആയുധം. മെയിൻ ആയുധം എങ്ങനെ ആദം ആപ്പിലായി? എങ്ങനെയായി ആദം? എങ്ങനെ ആപ്പിൽ ആദം? എങ്ങനെ ആദാം ചത്തു? സ്ത്രീ. സാത്താൻ ആയുധം സ്ത്രീയാണ്. യോബ് വിശുദ്ധനാണ്. ഭാര്യയുടെ പേര് എന്താണ്? ഇല്ല. നോഹ നീതിമാൻ. ഭാര്യയുടെ പേരെന്താണ്? നോഹയുടെ ഇല്ല. ലോകത്ത് ഭാര്യയുടെ പേരെന്താണ്? ഇല്ല. ദൈവമക്കളുടെ ആപ്പാണ് സ്ത്രീകൾ. നിങ്ങൾ പറഞ്ഞല്ല ബൈബിളിൽ. സംസാൻ ദ മൈറ്റി മാൻ. എന്തുണ്ട് സംസാന്? പരിശുദ്ധാത്മാവിന്റെ ഫുൾനെസ് ആത്ത ഹോളി സ്പിരിറ്റ്. അവൻ ആപ്പ് വെച്ചത് ഡയാന. ബൈബിളിലെ വീരപ്പനാണ് സംസാൻ. വീരപ്പൻ. തെരയുടെ ആര്? ഡയാന സംസാൻ ആപ്പിലാക്കി. അപ്പം സാത്താൻ്റെ ആയുധം മെയിൻ ഒന്ന് സ്ത്രീ, രണ്ടാമത് മണി, പൈസ. ദ evil of the money is a source of ruin. Desire of money. നമ്മുടെ പണ ആഗ്രഹമാണ് നാശം, പാവത്തിൻ്റെ അഴിവ്. ഒരാളെ മരിച്ച ഒരാൾക്ക് കേരളത്തിൽ മരിച്ച ആൾ കാപ്പി യോഹന്നാൻ കേട്ടിട്ടുണ്ട്? അറിയാമോ? വീട് തിരുവല്ല, മഞ്ചാടി. ഒറ്റ ഏക്കർ 2300 ഏക്കർ. 2300 ഏക്കർ ഒറ്റ പ്ലാട്ട്. 2300 ഏക്കർ ഒരു പ്ലാട്ട്. അമേരിക്കയിലെ 400 ഏക്കർ. ആത്മീയ യാത്ര കേട്ടിട്ടുണ്ട്? ഇല്ല. പുള്ളി ഒറ്റ ഇടി വണ്ടി വന്ന് നടന്നു വേബിൾ. എല്ലാം എവിടെ പോയി? ഈ ഏക്കർ എവിടെ? 2-3 ഏക്കർ. നേരെ അങ്ങ് സ്വർഗത്ത് പോയില്ലേ? ഒരു കുന്തവും പോയില്ല. ഒരു ചോദ്യങ്ങൾ ചോദിക്കുന്നു. പഴയ നിയമത്ത് ഏറ്റവും വലിയ ആൾ ആരാണ്? ഉള്ളവർ നീ പറയണ. പഴയ നിയമത്ത് ഏറ്റവും വലിയ ആൾ, പണ്ണുള്ള ആളല്ല, ഫേമസ് ആൾ ആര്? പിടിയില്ലയോ? ബ്രേക്കായ ആര്? യേശുവാ? പിന്നെ കാലത്തിന് കേൾക്കില്ല. കിടിയറ ഉറഞ്ഞ് പറ. ഞാൻ പോലീസാണ്. പോലീസാ? തെറ്റി പോകും. ഉറഞ്ഞ് പറ. ആര്? ഫിലിപ്പാ? മെൽക്കിസേദെക്ക്. അത് എത്ര വാക്യമുള്ള? പറ. വാക്യം പറ. എനിക്ക് വാക്യം ബൈബിളിലെന്നാണ് പറയണത്, പുറത്ത് പറയില്ല. വാക്യം പറ. മെൽക്കിസേദെക്ക് 4 വാക്യം പറയും. അടുത്ത് നീ പറ. മാത്യു 11:11. മാത്യു 11:11. 11 മത്തായി. ഞാൻ പറഞ്ഞതാ. പറഞ്ഞാല് സാക്ഷാൽ ദൈവം പറഞ്ഞതാണ്. ആര് വലിയ ആള്? ജോൺ ദ ബാപ്റ്റിസ്റ്റ്. ഏറ്റവും വലിയ ആള് സ്വർഗത്തിലോ? കിളവായി. ഇവിടെ നോക്കുക. അവിടെ ഏറ്റവും ചെറിയ ആളാര് സ്വർഗത്തിൽ? ഈ പൊട്ടൻ തന്നെ.
എങ്ങനെ ചെറിയ ആളായി അവിടെ എങ്ങനെ ചെറിയ ആളായി? യേശു ക്രിസ്തു ഇവൻ ജയിലിനകത്തായി യോഹന്നാൻ. അപ്പോൾ ചോദ്യം, കർത്താവെ വരുന്ന ആൾ നീ തന്നെ വേറെ ആളെ നോക്കണോ? അവസരിച്ചപ്പോൾ ചെറിയ ആളായി അവിടെ. അപ്പോൾ നമ്മുടെ മെയിൻ പോയിന്റ് ഫെയ്ത്താണ്. വിത്തൗട്ട് ഫെയ്ത്ത് ആക്ട് ഈസ് സിൻ. വാക്യമാണ് റോമർ 14 ലാസ്റ്റ് വാക്യം. റോമർ 14:14 ലാസ്റ്റ്. എതിരെ ശരി വായി. ഇവിടെ നോക്കിയോ എൻ്റെ സ്റ്റൈലിൽ എൻ്റെ വിത്തൗട്ട് ഫെയ്ത്ത് ആക്ട് ഈസ് സിൻ. നല്ല വിശ്വാസ പ്രവൃത്തി പാവമാണ്. അവിടെ നിൽക്കുന്ന ഒരു ചോദ്യം ഇടയ്ക്ക്, ഇത് മെയിൻ ചോദ്യമാണ്. ദേവനുക്ക് பிரியமான கிரியை என்ன? ஒன்றான கிரிகளெல்லாம் ஒன்று. தேவனுக்கு பிரியமான கிரியை என்ன? வாட் இஸ் அ குட் ஆக்ட் டு ப்ளீஸ் காட்? இங்கிலீஷில் தமிழில் தேவனுக்கு பிரியமான கிரியை என்ன? എന്താണ്? ശരിയല്ല, ഓർച്ച് എന്താണ്? ഇപ്പോൾ നീ അത് പറയില്ല. ഞാൻ വാക്യമാക്കി. ജോൺ ദ ഗോസ്പൽ, ജോൺ 6:29. യോഹന്നാൻ 6:29 എഴുതി വയ്ക്കുക പേപ്പറിൽ. ജോൺ 6:29. എന്താണ് ക്രിയ? ഫെയ്ത്ത് ഈസ് എ ആക്ട്. വിശ്വാസമാണ് പ്രവൃത്തി. ഒരു വാക്യം കൂടെ, എബ്രായ ലേഖനം 7:18 വാക്യം. ശരിയാണ് മുന്തിന് ഇവിടെ നോക്കാം. ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് വീക്ക്, ഇംപെർഫെക്റ്റ് ആൻഡ് യൂസ്ലെസ് റിമൂവ്ഡ്. ഒരു വാക്യം വാക്യം റോമർ 10:4. റോമർ 10:4 വാക്യം. റോമർ 10:4. ഒരു വാക്യമാണ് റോമർ 3:20. ഇവിടെ നോക്കുക, ഇവിടെ എന്താ അർത്ഥം? രക്ഷ പ്രവൃത്തി കൊണ്ട് അല്ല. പറഞ്ഞ മനസ്സിലായല്ലോ? അവിടെ നിൽക്കട്ടെ, അടുത്ത പോയിന്റ് പോവാം. ലാസ്റ്റ് പോയിന്റ് വായിക്കാം. ഡാനിയേൽ 6:3 വായിക്കാം. 6:3. മതി എന്തിരുന്ന്. അപ്പം ഫസ്റ്റ് പോയിന്റ് ദാനിയേൽ പ്രയർ മാൻ, സെക്കൻഡ് ഹോളി മാൻ, തേർഡ് മെൻ ആ സ്പിരിറ്റ്. എന്തുണ്ട്? അതുകൊണ്ട് ഹോളി സ്പിരിറ്റ് ഉണ്ട്. എങ്ങനെയുണ്ട്? ഫുള്ളാവുണ്ട്. അപ്പോൾ സൈൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം? പ്രാർത്ഥിക്കണം, വിശുദ്ധി വേണം, പരിശുദ്ധമായി വേണം. ഒരു വാക്യങ്ങൾ അപ്പോസ്തലപ്രവൃത്തി 1:8 വാക്യം. ആക്ട്സ് 1:8. നമുക്ക് എന്ത് വരും? അതൊക്കെ എന്ത് കിട്ടും? വി റിസീവ്ഡ് പവർ ത്രൂ സ്പിരിറ്റ്. എന്ത് കിട്ടും? വില എങ്ങനെ കിട്ടും? ത്രൂ ഹോളി സ്പിരിറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സൈൻ ചെയ്യും. എന്ത് ചെയ്യും? പ്രകാശിക്കും. പരിശുദ്ധ പ്രാപിക്കും. എങ്ങനെ? ഹലോ, പരിശുദ്ധാത്മാവ് പ്രാപിക്കുക എന്ത് ചെയ്യണം? വാക്യമായി ഗലാത്യർ 3:2. ഗലാത്യർ 3:2 വായിക്കാം.
ആ ആ എങ്ങനെ കേട്ടി പരിശുദ്ധായി? പ്രവർത്തിക്കണം വിശ്വാസം വേണ്ട. എങ്ങനെ? പിടിയില്ല. ഒരു വാക്യമായി യോഹന്നാൻ 6:7-38. ജോൺ 7:38. യോഹന്നാൻ 7:38. ആർക്ക് പാടും? വിശ്വാസത്താൽ. വി റിസീവ്ഡ് സ്പിരിറ്റ് ബൈ ഫെയ്ത്ത്. ശരിയേ? വി റിസീവ്ഡ് ഹോളി സ്പിരിറ്റ് ബൈ ഫെയ്ത്ത്. പറഞ്ഞ യേശുക്രിസ്തുവാണ്, കള്ളം പറയില്ല. അത് ഒരിക്കൽ ഒരു വാക്യം അപ്പോസ്തലർ അപ്പോസ്തലർ 10:44. ആർക്ക് പേര് ഇറങ്ങി? റോട്ടെ പേര് പേര് ഇറങ്ങിയില്ല. വീട്ടിൽ ഇറങ്ങിയില്ല. ആര് പേര് ഇറങ്ങി? ഹിയർ ദ വേർഡ് ടു റിസീവ് ദ സ്പിരിറ്റ്. വചനം കേട്ട മനസ്സിലായി കിട്ടും. എന്നാൽ വചനം വാട്ട് ഇസ് ദ വേർഡ്? വേർഡ് ഇസ് എ ക്രൈസ്റ്റ്. വേർഡ് ഇസ് ദ ഗോഡ്. വെൻ വി റിസീവ്ഡ് ദ വേർഡ് ക്രൈസ്റ്റ് വി റിസീവ്ഡ് ഹോളി സ്പിരിറ്റ്. പറഞ്ഞാൽ മനസ്സിലാവുന്ന ആയാ? അവിടെ നിൽക്കട്ടെ. ഒരു വാക്യം കൂടെ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1:2 വായിക്കാം. 2 ഇവിടെ നോക്കുക. ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് മൂവ്ഡ് ഓവർ വാട്ടർ. ദൈവത്തിൻ്റെ ആവി ജലത്തിന്മേൽ അസൈവാടിനത്. അടുത്ത വാക്യം റോമർ 14:17. മലയാളത്തിൽ മലയാളത്തിൽ 14:17 റോമർ. നിറവലില്ലയോ? ഇല്ല നിറവലില്ല. ഇംഗ്ലീഷിൽ ഉണ്ടോ? ജോയ് ഇൻ ദ ഫുൾനെസ് ഓഫ് ഹോളി സ്പിരിറ്റ്. സന്തോഷിക്കണം. എന്ത് വേണം? പരിശുദ്ധാത്മാവിൽ നിറയണം. എന്ത് ചെയ്യണം? നിറയണം. ഒരു വാക്യം കൂടെ. വെളിപ്പാട് പുസ്തകം 22:1. അത് ഇവിടെ ഹല്ലേലൂയ. ഒന്നുകൂടെ പറയും. പറയാൻ ശ്രദ്ധിക്കുക. സ്വർഗത്തിൽ സിംഹാസനമുള്ള പിതാവിനുണ്ട്. സിംഹാസനമുണ്ട്. പിതാവിനുണ്ട് സിംഹാസനം. പുത്രനുണ്ട് സിംഹാസനം. പരിശുദ്ധാത്മാവിനെ ഇല്ല. എന്തുകൊണ്ടില്ലാത്തത്? പറയാമല്ലേ? സ്വർഗത്തിൽ പരിശുദ്ധാത്മാ സിംഹാസനം ഇല്ല. പരിശുദ്ധാത്മാവിന് നോ ത്രോൺ ടു ഹോളി സ്പിരിറ്റ്. എന്തുകൊണ്ടില്ലാത്തത്? അറിയാം എന്തില്ലാത്തതെന്ന്. ഇവിടെ നോക്കുക. എവിടെ നിന്ന് വരുന്നു? ഓരോ ഒഴികളായി 21. മതി. ഇവിടെ നോക്കുക. ഞാൻ എവിടെ ഇരിക്കുന്നു? സ്വർഗത്ത്. അപ്പോൾ എന്താ അവിടെ വരുന്നത്? നദി എവിടെ വരുന്നു? സ്വർഗമുള്ള നദി കവർ ചെയ്യുന്നു. എന്താ അർത്ഥം? അപ്പം പരിശുദ്ധാത്മ സ്വർഗമുള്ള കവർ ചെയ്യുന്ന അർത്ഥം. അതെന്താ മീനിങ് അറിയാമോ? പിടിയില്ല. സ്വർഗം നമുക്ക് സന്തോഷത്തിന് അളവില്ല. പരിശുദ്ധാത്മാവ് സ്വർഗമുള്ള കവർ ചെയ്യാണ്. അപ്പോൾ നമുക്കുള്ള ഭയങ്കര ഹാപ്പിയാണ്. എന്ത് സന്തോഷം? കണ്ടുപിടി ഭയങ്കര ഹാപ്പി. അതിന് അളവില്ല. പറയാം മനസ്സിലായ? സ്വർഗത്തിന് അളവില്ല. അതാണ് എൻ്റെ ട്രിക്ക്. ഒരു വാക്യം കൂടെ. എസെക്കിയേൽ പുസ്തകം 47:3 വായിക്കാം.
ആ ആ ആ ആ മതി മതി. എത്ര ആൾ തന്നി? ഒരാൾ ആറ്റിലെ പോകണം ഇല്ലേ? അപ്പോൾ എത്ര അളവ് തണ്ണിക്ക് വെള്ളത്തിന് അളവത്തിന് അളവ്? എന്താ അർത്ഥം? അതിൻ്റെ മീനിങ് ഈ വാക്കിന് എല്ലാ വാക്കിനും അർത്ഥമുണ്ട്. എന്താണ് മീനിങ്? സംഗീതം 43 വാക്യം. സംഗീതത്തിൽ 43 ഓക്കെ. മേളത്തെ വാക്യം ആ ആ ആ മതി മതി. ഇവിടെ നോക്കുക, കാല് എവിടെ നിർത്തി? പാറക മേൽ നിർത്തി. ഫസ്റ്റ് പോയിന്റ് കണക്കാൽ എന്താണ്? കണക്കാൽ രക്ഷ. ഫസ്റ്റ് പോയിന്റ് രക്ഷ. ക്രിസ്തു മേൽ നിൽക്കുന്നതാണ് ആദ്യം കണക്കാൽ. രക്ഷ 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 എവിടെ നിൽക്കുന്നു? കാല് ആദ്യം എവിടെ നിന്ന്? കിടന്ന കുഴിയിൽ ചെളിയിൽ. ഇപ്പം ക്രിസ്തുവിൻ്റെ മേൽ. ദൈവമക്കളുടെ കാൽ നിൽക്കേണ്ടത് ലോകത്തിലല്ല, ചെളിയിലല്ല. എവിടെ? ക്രിസ്തു മേൽ നിൽക്കണം. ഫസ്റ്റ് പോയിന്റ്. അടുത്ത വാക്യമായി 40 അടുത്ത 47 4 വാക്യം. ആ ആ എന്തായാലും വെള്ളം എന്താ അർത്ഥം? എൻ്റെ ആവി പെയ്യ ഇടയ്ക്ക്. എന്താണ് മുട്ടോളം അളവ്? കണ്ണുക്കോല് രക്ഷ. മുട്ടോളം എന്താണ്? മുട്ടോളം എങ്ങനെ ദാനിയേൽ പ്രാർത്ഥിച്ചു? മുട്ടുമേൽ പ്രാർത്ഥിച്ചു. മുളങ്കാൽ പ്രാർത്ഥനാ ജീവിതം. നിങ്ങൾ മനസ്സിൽ ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ എങ്ങനെ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. അതാണ് മുട്ടോളം. അടുത്ത 47 4 വാക്യം. ഒരു വായി ആ ആ അടുത്ത് ആ ആ മതി മതി. ഇപ്പം എവിടെ ആയ വെള്ളം? എന്താ അർത്ഥം? അർത്ഥം പിടിയില്ലേ ഒന്നിന്? എന്താ അർത്ഥം? എൻ്റെ യോഹന്നാൻ 13 യേശു എന്ത് ചെയ്തു? വസ്ത്രം എടുത്ത് എവിടെ ചുറ്റി കെട്ടിയത്? അടുത്ത് എന്ത് ചെയ്തു? അവരെ കാല് കഴുകി. അപ്പം അരയോളം ദൈവമക്കൾ മറ്റുള്ളവരെ സർവ് ചെയ്യുക. എന്ത് ചെയ്യുക? മറ്റുള്ളവരെ സർവ് ചെയ്യുന്നതാണ്. യജമാനായിരിക്കുകയല്ല, മറ്റുള്ളവർക്ക് സേവ ചെയ്യണം. എന്ത് ചെയ്യണം? എന്ത് ചെയ്തു? തെരേസ മദർ തെരേസ എന്ത് ചെയ്തു? കുഷ്ഠരോഗികളെ കുടച്ചക്കല്ലാതെ നമ്മൾ തൊടുക. അതാണ് സേവ. അതാണ് അടുത്ത അരയോളം. അടുത്ത വാക്യമായി അർക്കുക. ആ ആ ആ ആ ആ ഇപ്പം എത്ര നദി? ഇപ്പം എത്ര അളവ്? ഇപ്പം നടന്ന ആൾ ചാവും. ഇപ്പം എങ്ങനെയാ നദി? ഇനി ഇവിടെ നീന്തണം. അപ്പോൾ എവിടെ നീന്തുമ്പോൾ എവിടെ ആയിരിക്കും കാല്? നീന്തുമ്പോൾ കാല് എവിടെ ആയിരിക്കും? വെള്ളത്തിൽ. തലയിൽ തൊടുവില്ല. തല മേലെ. എന്താ അർത്ഥം? നമ്മൾ പൂർണ്ണം വളരുമ്പോൾ നമുക്ക് ലോകത്തിന് ബന്ധമില്ല. മനസ്സിലായ? എന്തില്ല? നമുക്ക് ലോകത്തിന് ബന്ധമില്ല. തല വെള്ളത്തിന് മേലെ. എന്താ അർത്ഥം? ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കണം. ലോകത്ത് ബന്ധമില്ല. അപ്പം നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് സ്പിരിറ്റാണ്, ആവിയാണ്. പിള്ളേർ വെള്ളത്തിലാണ്. പറയാൻ മനസ്സിലായ? മൊത്തം ബോഡിയും വെള്ളത്തിലാണ്, തല വെള്ളത്തിൽ മുകളിൽ. തല ക്രിസ്തുവാണ്. ദൈവമക്കളുടെ തല ക്രിസ്തുവാണ്. ക്രിസ്തു അത് പോയി ഉയർത്തി കാണിക്കുക. ദൈവമായിട്ട് ബന്ധപ്പെടുക. അതാണ് 3 പേര്. ഒന്ന്, ദ ലൈഫ് ഓഫ് പ്രയർ, ദ ലൈഫ് ഓഫ് ഹോളിനെസ്, ദ ലൈഫ് ഓഫ് ഫുൾനെസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അതാണ് ഞാൻ എന്ത് ചെയ്യും? വി കൻ ഹാവ് ടു ഡു സയൻ. നാം പ്രകാശിക്കും. അങ്ങനെ നമ്മൾ പ്രകാശിക്കുന്ന ഇതിങ്ങനെ ചെയ്യുക, കീപ്പ് ചെയ്യുക. ഇത് അനുഗ്രഹിക്കട്ടെ.